പിന്നെ ഈ ഉപദേശിമാർ ഒത്തിരി വന്നപ്പം ഈ എൻ്റെ സഹോദരൻ ഇപ്പോൾ ഈ ഹ്യൂസ്റ്റണിലെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, അപ്പോൾ ഈ കോഴിയൊക്കെ കൊന്നാൽ ഉപദേശിമാർക്കാണ് മുഴുവൻ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ബാക്കിയാക്കും. ഈ ഉപദേശിമാരൊന്നും വരാത്തപ്പം ഒരു കോഴിയൊക്കെ ഉള്ളതോ. അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ അമേരിക്ക വന്നപ്പോൾ ഈ ഇവിടുത്തെ ഫ്രിഡ്ജിനകത്ത് ഈ കോഴിക്കാലെല്ലാം ഇരിക്കുന്നുണ്ട്. ഞാനേ നീ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അതുകൊണ്ട് ഇന്നും അതൊരു ഞാൻ എൻ്റെ പിള്ളേരോട് ഇപ്പോഴും പറയും, എൻ്റെ മക്കളോട് പറയും. എനിക്ക് 3 മക്കളാണ്. അവർ 2 പേര് ചിക്കാഗോയിലുണ്ട്, ഒരാൾ ചിക്കാഗോയിൽ, ഇപ്പോൾ ഒരാൾ ടാമ്പയിലോട്ട് മാറി ജോലിയോടുള്ള ബന്ധത്തിൻ്റെ സണ്ണിലൂടെ ജോലിയോടുള്ള ബന്ധത്തിൽ, ഇളയ മോൾ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ പിള്ളേരോട് ഞാൻ ഇപ്പോഴും പറയും, കാണിക്കൊണ്ടാണ് ജീവിക്കുന്നത് കാണിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് മറക്കല്ല, അത് ഞാൻ പറയാറുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് വലിയ വിശുദ്ധം കളിക്കാനൊന്നുമല്ല പറയുന്നത്, അത് ഞാൻ എൻ്റെ ഒരു പാഷൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഓൾ നൈറ്റ് പ്രെയർ രാത്രി 9 മുതൽ രാവിലെ 5 വരെ നടത്തും, പ്രാർത്ഥന പോയി നടത്തും. ഞാൻ അങ്ങനെ പോയി കുറച്ച് പേര് വരും, ഭയങ്കരമായിട്ട് ആൾ കൂടുമായിരുന്നു, എല്ലാ സ്ഥലങ്ങളും ആൾ കൂടുമായിരുന്നു. അതെല്ലാം ഇത് ശരിയാണോ എന്നറിയാൻ തന്നെ ഇത് നോക്കാൻ ആളിനെ വിട്ടിട്ടുണ്ട്. ഇതെന്നാ സംഭവം, അല്ലല്ല ഇതെന്നാ സംഭവം. അത് സ്പൈവർക്ക് പണ്ട് നടത്തുമായിരുന്നു. KC ജോൺ പ്രസംഗിക്കുന്നുണ്ട്, റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ടിട്ട് കേൾക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇതിന് ആളുകൾ വരുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ട്. വെള്ളിയാഴ്ച ഞാൻ എപ്പോഴും രാവിലെ മുതൽ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെല്ലുന്ന പള്ളികളിൽ പ്രാർത്ഥനയുണ്ട്. ആ പള്ളികളിൽ പ്രവർത്തിക്കുന്ന ആ പ്രാർത്ഥനയെക്കാളും കൂടുതലൊന്നും ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്കെല്ലാം അറിയാം. ഈ പ്രസംഗം, റാന്നിയിലെ പ്രസംഗം ഒരു വിവാദമായപ്പോൾ പള്ളിക്കാർ പറഞ്ഞു. പിന്നെ അതൊരു സഭയ്ക്കൊരു പ്രയാസമായതുകൊണ്ട് ഞാനതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങ് പിൻവലിക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാനൊരു സഭയുടെ ബിഷപ്പ് എന്ന നിലയിൽ അതൊരു ആ രീതിയിൽ പോകുന്നതിന് ഈ മാർത്തോമാ സഭയിലെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, കാലം ചെയ്ത നമ്മുടെ ക്രിസോസ്റ്റനല്ല, അല്ലല്ല, അദ്ദേഹം അല്ല ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇവിടെ റാന്നി, ഇപ്പോൾ അവിടെ സ്ഥലമാണ്. അപ്പോൾ ഈ പെന്തിക്കോസ് പള്ളി ഉണ്ടാക്കിയത് എൻ്റെ അമ്മാച്ചൻ്റെ, എൻ്റെ മദറിൻ്റെ ആങ്ങളയുടെ ഫാദറിലോ ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പള്ളിയുടെ ഒരു ബുക്ക്ലെറ്റ് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് ദത്തോച്ചൻ സ്ഥാപിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദത്തോച്ചൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മാച്ചൻ്റെ, എൻ്റെ അമ്മായിയുടെ പിതാവാണ്. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഞാൻ പോകുന്നിടത്ത് എവിടെന്ന് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ഓർക്കാൻ തിരുവനി വന്നുകൊണ്ടാണ് ഓർത്ത, ഇവന്മാരത്ത് ഞങ്ങളെ ഓർക്കും. അപ്പോൾ കുറച്ചുകൂടെ എനിക്കൊരു ആവേശമായി. അന്ന് ആ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ പള്ളി തുടങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ അമ്മാച്ചൻ്റെ ഈ സഹധർമ്മിണിയോട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഒരു അച്ഛനോടൊരു അതൃപ്തിയുണ്ട്. ഒരു അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ഒരു വിഷമം ഉണ്ടല്ലോ, ഒരു പണ്ട് കാലത്തുണ്ടല്ലോ, ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകളും അതിൽ ഞാൻ പല പൊസിഷൻ ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ ഇത് കഴിഞ്ഞ് ഈ അസിസ്റ്റന്റ് മിഷൻ ഡയറക്ടറായി, മിഷൻ ബോർഡ് സെക്രട്ടറിയായി, പാർഷ് ബോർഡ് സെക്രട്ടറിയായി, വൈദിക സെക്രട്ടറിയായി, വെരി റെവറൻ്റായി, ബിഷപ്പായി. വെള്ളിയാഴ്ചകൾ ഞാൻ വേറെ ഒരു ബിസിനസ്സും ഇല്ല. ഞാൻ കഴിയോടെ ഒരു കമ്മിറ്റി കൂടുകയല്ല. ഞാൻ വരുമ്പോഴും കോട്ടയത്ത് പറയായിരുന്നു വെള്ളിയാഴ്ച കമ്മിറ്റി ഒന്നും വെക്കരുതേ, കാരണം വെള്ളിയാഴ്ച എല്ലാവർക്കും സൗകര്യമായോണ്ടേ. കാരണം എല്ലാ പള്ളികളും ഈ പ്രാർത്ഥന നടക്കും. എനിക്ക് തോന്നി ദിനകരൻ സാറിൻ്റെ മിനിസ്ട്രീസ് സ്വാധീനിച്ചിട്ടുണ്ട്. ജീസസ് ക്രോസിൻ്റെ ഈ അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളിവിടെ ഈ ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് പോയപ്പോഴാണ്. ഇവിടുന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഈ കോട്ടയത്ത് നമ്മുടെ ഏതാ ഈ നെഹ്റു സ്റ്റേഡിയത്തില്ല, അതിന് മുമ്പ് ആദ്യം വന്നത് തിരുനക്കരയല്ല, നമ്മുടെ ആശ്രമത്തിൻ്റെ ഗ്രൗണ്ടിൽ വന്നു 84 85 അന്ന് VC വറീസാണ് അത് ഇത് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് വറീസിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് എന്നെ വളരെ സ്വാധീനിച്ചു ആ പ്രസംഗങ്ങൾ. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, ഇപ്പോൾ വന്ന് ഈ ശുശ്രൂഷകളിലേക്ക് വരാനുള്ള കാരണം എന്നെ ബിഷപ്പാണ്. ഞാൻ വളരെ ചർച്ചിനോട് വലിയ
കടപ്പാടുള്ള ആളാണ്. എനിക്കിന്നും ആ ചർച്ച്, എനിക്ക് ശത്രുക്കളാരുമില്ല, എനിക്ക് ആരുമില്ല, പക്ഷേ സഭയുടെ ശത്രു എൻ്റെ ശത്രുവാണ്. ഇപ്പം സഭയ്ക്കെതിരായിട്ട് ഒരാൾ ശത്രുത്വം ഉണ്ടാക്കുന്നിരിക്കട്ടെ, അപ്പം ശത്രുത ഉണ്ടെങ്കിൽ എനിക്കത് വലിയ സങ്കടമാണ്. അതൊരു അവരോട് പറയാവുന്നെങ്കിൽ ഞാൻ പറയും, അത് ചെയ്യരുത്. ഒരു സഭ നടത്തിക്കൊണ്ട് പോകാൻ വലിയ പാടാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത് അവരോട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ സ്വാധീനം, അന്ന് ബിഷപ്പാണി എന്നെ ഈ സമ്മർ സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം ബാംഗ്ലൂർ SIBSC വിട്ടു. അവിടെ ഞാനും എൻ്റെ സഹധർമ്മിണിയും കൂടെ പൂർണ്ണമായ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വന്നു. അത് കഴിഞ്ഞ സമയമാണ് 89 അന്ന് ഇപ്പോൾ ദിനകരൻ കല്യാണം കഴിച്ച ആ ആഴ്ചയിലാണ് അവിടെ നടക്കുന്നത് 16th or 17th ബാച്ച്. അന്ന് ഈ ഫാദർ മാത്യു നായിക്കൻ പറമ്പലച്ഛനും ഉണ്ട് ഇതിൻ്റെ കൂടെ, എൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വലിയ ഇതായിരുന്നു, ഒരു കത്തോലിക്ക അച്ഛൻ വന്നിട്ടുണ്ട്. അന്ന് പോട്ടേ ഉള്ളൂ, മുരിങ്ങൂറില്ല. മുരിങ്ങൂർ 91 തുടങ്ങിയത്. അപ്പോൾ സ്പിരിച്വൽ എക്സസൈസിൻ്റെ വഴികൾ ഇവിടം തൊട്ടാണ് കറക്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതെ, അവിടുന്ന് വന്ന് ഞാൻ ഈ സഭയോട് വളരെ അമിതമായി, എന്നോട് എൻ്റെ ഫാദർ തന്നെ പറഞ്ഞിട്ടാ, ബിഷപ്പുമാരൊന്നും ദൈവമല്ല കേട്ടോ. കാരണം എനിക്ക് ഞാൻ സഭയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്, ജീവൻ കൊടുത്ത് നിൽക്കും. അപ്പം ആ ഒരു വലിയ ഒരു സ്വാധീനത്തിൽ ചെറുപ്പം മുതലേ യൂത്ത് പ്രയാസം ഇതിൻ്റെ ഒക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ വന്ന് സഭ CSI സഭ ദിനകരൻ സാറിൻ്റെ അവിടുത്തെ മിനിസ്ട്രിയിൽ അവിടെ പോയ കാര്യം അദ്ദേഹം അന്നേരം അങ്ങനെ ഇതിന് ലഭിച്ചു, അഡ്മിഷൻ ലഭിച്ചു. അതിനകത്ത് പോയി അവിടെ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കൂർ. അതൊരു സെൽവരാജ് അങ്കിളാണ് നടത്തുന്നത്. അദ്ദേഹം മദ്രാസിൽ ജോലി രാജിവെച്ചിട്ട് ഇവരോട് കൂടിയത്. 700-ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ട്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അതിൽ കൃപാവരങ്ങളാണ് പ്രസംഗിക്കുന്ന മുഴുവൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും അദ്ദേഹം ദിനകരൻ അങ്കിൾ തന്നെ 5 മണിക്കൂർ ക്ലാസ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസ, സൗമ്യത, എന്തിനുജയം, ഈ 9 ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പോൾ 9 വരങ്ങൾ: ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, വിവേചനം, വെളിപ്പാടുകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ അത് നിങ്ങളുടെ ടൂർ പ്ലാനിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇനി ഞങ്ങളുടെ എക്സ്പേർട്സിനെ ഏൽപ്പിക്കും. അമേരിക്കയിലെ ലീഡിംഗ് ടൂർ ഓപ്പറേറ്ററായ ഷൈലോ ട്രാവലിനോടൊപ്പം വേൾഡ് എക്സ്പ്ലോർ ചെയ്യും. ഞങ്ങൾ ഒരുക്കുന്നത് കസ്റ്റമൈസ്ഡ് ഹോളിഡേ പാക്കേജസും എക്സൈറ്റിംഗ് ഗ്രൂപ്പ് ടൂർസും ലക്ഷറീസ് ക്രൂസ് ട്രാവൽ, സീംലെസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, കംപ്ലീറ്റ് വിസ അസിസ്റ്റൻസും. കൂടാതെ നിങ്ങളുടെ യാത്ര കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ എക്സ്പീരിയൻസ്ഡ് ടൂർ മാനേജറും ആൻഡ് ഗൈഡിന്റെ സപ്പോർട്ടും. 24/7 നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സ്പേർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെഡി ടു എക്സ്പ്ലോർ വേൾഡ് വിത്ത് ഷൈലോ ട്രാവൽ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഷൈലോ ട്രാവലിന്റെ വെബ്സൈറ്റിലെ ഹോളിഡേസ് പാക്കേജസ് വിസിറ്റ് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്യൂ. അതിൽ വന്ന പ്രത്യേകമായ ആ മീറ്റിങ്ങിൽ അപ്പോൾ CSI സഭയുടെ ഞാൻ പറഞ്ഞാലും എൻ്റെ ബാപ്റ്റിസം ഈ ജേക്കബ് തിരുവേനിയാണ് എൻ്റെ ബാപ്റ്റിസം നടത്തിയത്. എനിക്ക് കൺഫർമേഷൻ തന്നത് ഇത് ജോൺ തിരുമേനിയാണ്. കൺഫർമേഷനിലൂടെ ഇത് ലഭിക്കണം, എനിക്കിത് ലഭിക്കണം. അത് വളർത്തിയെടുക്കാൻ അതിൻ്റെ ചുമതലക്കാർ ചെയ്യണം. ഈ ഡോക്ട്രിൻ എൻ്റെ വിഷയമല്ല, വ്യക്തിപരമായി ഡോക്ട്രിനിൽ കൊണ്ടാണ് നമ്മളെല്ലാം പിരിഞ്ഞു നിൽക്കുന്നത്. അതെ, സഭയുടെ ഡോക്ട്രിൻ അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. സഭകൾക്ക് തമ്മിൽ ഈ ഡോക്ട്രിനിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ആ ഡോക്ട്രിൻ, എൻ്റെ ഡോക്ട്രിൻ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട്. എൻ്റെ മുറുകെ പിടിച്ചതിന് ഞാൻ ചെയ്യുന്നു. CSI സഭയ്ക്ക് ഏതെങ്കിലും ഒരു സ്നാനം എടുക്കാം. ഒന്നുകിൽ ചൈൽഡ് ബാപ്റ്റിസം ആയിരിക്കണം, അല്ലെ അഡൽട്ട് ബാപ്റ്റിസം ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ചൈൽഡ് ബാപ്റ്റിസം എടുത്തിട്ടുണ്ട്, അഡൽട്ട് ബാപ്റ്റിസം എടുത്തിട്ടില്ല. ഇല്ല. കാരണം ചൈൽഡ് ബാപ്റ്റിസം എടുത്തപ്പോൾ 3 സ്പോൺസേഴ്സും മാതാപിതാക്കളും 12 വയസ്സ് വരെ ഈ ബാലനെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൺഫർമേഷൻ സമയത്ത് ഒരു വേദോത്സവം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ഇത് കേട്ടോണ്ട് ഇങ്ങനെ ആ ദിവസം ആ അഭിഷേകത്തെ പറ്റി ഞാൻ അന്യഭാഷ പറയുന്നവരെയൊക്കെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ അന്യഭാഷ പറയുന്ന അമ്മച്ചിമാരുണ്ടായിരുന്നു.
അപ്പോ ഇടക്കൂട്ടങ്ങളിലാണോ അതോ സൺഡേ വർഷിപ്പിലോ? സൺഡേ വർഷിപ്പിൽ ആരാധനയല്ല, അല്ലാതെ കൺവെൻഷനുകളിലും ആ, CSIയുടെ കൺവെൻഷനുകളിൽ ഞാൻ ഈ ചെറുപ്പം മുതലേ കൺവെൻഷന് പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നേ ഇരിക്കുന്ന ആളല്ലേ. അപ്പം അന്യഭാഷ പറയുന്ന അമ്മച്ചിമാര് അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. CSIക്കാർ ധാരാളം പേരുണ്ട്, അത് കേട്ട് ഞാൻ വളർന്നിട്ടുണ്ട്. അപ്പൊ അവരെ കളിയാക്കുന്ന യുവാക്കളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ ആരെയും കളിയാക്കിയത് എനിക്ക് പേടിയായിരുന്നു അവരെ കളിയാക്കാൻ. കാരണം അവരെ കളിയാക്കാൻ ഒരിക്കലും കളിയാക്കിയപ്പോൾ വേറൊരു അച്ഛൻ്റെ മോൻ പറഞ്ഞു അല്ലെങ്കിൽ മിണ്ടരുത്. അവരെ ഞാനല്ല കളിയാക്കി, ഞാൻ കളിയാക്കുകയില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അന്ന് അന്യഭാഷ പറഞ്ഞ ആ പാവപ്പെട്ട അമ്മച്ചിമാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വലിയ ആളുകളായിരുന്നു അന്ന് വന്ന. അപ്പൊ ഞാനിത് കേട്ട് വളർന്ന ഒരാളാണ്. വളർന്ന ഒരാളായതുകൊണ്ട് അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്ന ആ ഒരു അനുഭവ അത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഒരിക്കല് എനിക്ക് ഇംഗ്ലീഷ് പ്രസംഗിക്കണം ചിക്കാഗോ. അപ്പൊ ഞാൻ ഓർത്തില്ല, ഞാൻ എഴുതി വായിച്ച് പ്രസംഗിക്കാറ് ഇതൊരു ഓഫാനിരിക്കുന്നു പ്രസംഗിക്കണം. ഞാൻ അതിനുവേണ്ടി ഉപദേശിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എടാ ഭാഷാവരം തന്നിട്ടുണ്ടല്ലോ, ഭാഷാ വരവ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇവർക്ക് മനസ്സിലായ പോലെ ഞാൻ പ്രസംഗിക്കുന്നത്. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നു, മലയാളം മീഡിയം സെമിനാരി പഠിച്ചു, കണ്ണമൂല സെമിനാരി പഠിച്ചു. മലയാളം മീഡിയം സെമിനാരി പഠിച്ച് കണ്ണമൂല സെമിനാരിൽ 75 വർഷത്തിലോ അവിടെ പഠിച്ച് ബിഷപ്പായ ഒരാളെ ഞാൻ ആദ്യം എനിക്ക് അതിൻ്റെ ചെയർമാൻ ആയാലും ഭാഗ്യം ലഭിച്ചു. വളരെ താഴ്മയുടെ ഇതൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനന്ന് ഓഫാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചു. എങ്ങനെയാ പ്രസംഗിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. ആളുകൾ പോലും അതിനകത്ത് വണ്ടടിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായത്, നമ്മൾ ദൈവകൃപയിലാണെങ്കിൽ ഈ ഒരു ഭാഷയും ഞാൻ മിഷനെ ചുമതലപ്പെടുത്തി ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും. ഏത് ഭാഷയിൽ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ദിനകരൻ സാറിന്റെ അവിടുത്തെ കോഴ്സിൽ ചേർന്നപ്പോഴേ ഗ്ലോസോലാലിയ എക്സ്പീരിയൻസ് അന്ന് ഉണ്ടായതാണോ ബിഷപ്പിന്റെ പരിശുദ്ധാത്മ? അത് ഞാനിങ്ങനെ ഇത് കേട്ട് കണ്ട് വളർന്നിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചു എപ്പോഴാണ് അങ്ങനെ ഒരു അതിന്റെ ഓരോ ദിവസം വന്നപ്പോ അതിന്റെ 5-ാം ദിവസം വന്നപ്പോ എനിക്ക് പർട്ടിക്കുലർ ഗ്ലോസോലാലിയ എക്സ്പീരിയൻസ് എന്നാ ഉണ്ടായത്. അത് അതിനൊരു 5-ാം ദിവസം വന്നപ്പോ ദൈവം അഗ്നിയിലൂടെ ഞാനൊരു അഗ്നിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ദർശനത്തിലാണ് നിൽക്കുന്ന അനുഭവം എന്ന് പറഞ്ഞു. ഞാൻ ഫയർ. അപ്പൊ അത് ആ ഫയറിൽ നിൽക്കുന്ന ഒരു അനുഭവം തോന്നി. അത് വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അപ്പോൾ അവിടെ നമ്മള് ഈ ഫയറിനകത്ത് വന്നതുകൊണ്ട് അതില് അവിടെ ഇങ്ങനെ അത് കഴിയുമ്പോൾ അദ്ദേഹം CSIക്കാരനാണ്. അദ്ദേഹത്തിന്റെ പോൾ ദിനകരന്റെ മകളുടെ വിവാഹം മിന്നും ബ്ലസ് ചെയ്ത് ഞാനാണ് അദ്ദേഹത്തിന്റെ വിവാഹം മീൻസ്. അപ്പോൾ ഈ തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിലൊക്കെ പോയാല് ഈ CSIയിലെ പാവപ്പെട്ട പള്ളികളിലൊക്കെ അവരെ നിലത്തിരുന്ന് ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് CSI ഒരു മിഷൻ ചർച്ചാണ്. അങ്ങനെയാണല്ലോ തുടങ്ങുന്ന മിഷൻ ചർച്ച്. ഇത് അതുകൊണ്ട് ഒരു യുണൈറ്റഡ് ചർച്ച് ആൻഡ് യുണൈറ്റിംഗ് ചർച്ച്. ആ അനുഭവത്തിന്റെ പർട്ടിക്കുലർ സന്ദർഭം പറഞ്ഞില്ല, ഇങ്ങനെ ഏത് ദിവസവും അങ്ങനെ ഉണ്ടായി. അത് എന്റെ 3-ാം ദിവസം 1-ാം ദിവസം 2-ാം ദിവസം ഓരോ ദിവസം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ 5-ാം ദിവസം വന്നപ്പോൾ കർത്താവെ ഇത് എനിക്കുള്ളൊന്ന് അനുഭവിക്കണം, റിയൽ ആണെങ്കിൽ എനിക്കുള്ളൊന്ന് അനുഭവിക്കണം. അങ്ങനെ ആ ദൈവം അതുകൂടെ എനിക്കുള്ളൊന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് തന്നു. അന്നു മുതൽ അതിനകത്ത് എന്നോട് കളിയാക്കിയ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ബിഷപ്പ് ഇരിക്കുമ്പോൾ അന്യഭാഷ പറയുമോ? ഞാൻ വൈദികനായിരുന്നപ്പോ ആളുകൾ തമാശ ചോദിച്ചിട്ടുണ്ട്, ഏതാ ബിഷപ്പിനെ കാണുമ്പോൾ അന്യഭാഷ കാണുമ്പോൾ പേടി വരുമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വരുന്ന പേടി വരുന്നത് ഇറാനിലെ ആ ഒരു അന്തരീക്ഷം ഒരു പ്രത്യേക അന്തരീക്ഷമാണല്ലോ. ആ അന്തരീക്ഷത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിച്ചെന്നുള്ളൊരു അതാണ് വിവാദമായത്. അതാണ് ആർക്ക് വിവാദമായത്? ഞാൻ അവിടെ പോയത് വിവാദമായത്. എനിവേ ഈ നമ്മുടെ ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സഭകൾ തമ്മിൽ കുറച്ചും കൂടെ ഒരു ഐക്യതയും ഒത്തിരി വേണം. എനിക്കുള്ള വലിയ പ്രയാസം, ഞാൻ ഈ ദൈവ സ്നേഹമാണ്, കർത്താവ് സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ഡോക്ടറിലാണ് നമ്മൾ പിരിഞ്ഞിരിക്കുന്നത്. എല്ലാ സഭകളുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണം. ഈ
അത് UCPI എന്ന് പറഞ്ഞ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യ, അത് ഒന്ന് ശക്തമായി വന്നതാണ്. പക്ഷെ അത് ഇപ്പം ഒന്ന് നിലച്ചിരിക്കുക ചില പ്രശ്നങ്ങൾ. 5 ഐമേനുകൾ കൂടി തുടങ്ങിയത് ഇന്നത്തെ കാത്തലിക് ടു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തിയ ഏക സംഭവമാണ്, ഒരുമിച്ച് നിർത്തിയത്. അപ്പോൾ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അത്. കഴിഞ്ഞ വർഷം കോട്ടയത്ത് ഒരു ഐമേനുകൾ കുറച്ച് പേര് വന്നു ഒരു എക്യുമെനിക്കൽ കൺവെൻഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഞാനതിന് നിങ്ങൾ മുന്നേ നിന്നു, ഞാൻ പുറകെ നിൽക്കാം എന്ന് പറഞ്ഞാൽ അവരെ മുന്നേ നിർത്തി അത് നടന്നു. അതിൽ ഞാനത് പറഞ്ഞു തന്നെയാണ് ചെയ്തത്. എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ എങ്കിലും കാണരുത്. മാധവ മെത്രോപൊളിത്ത തിരുമേനി, തിരുവനന്തപുരം മെത്രോപൊളിത്ത തിരുമേനി ഉദ്ഘാടനം ചെയ്തു. 2-ാം ദിവസം കുര്യൻ പീറ്റർ തിരുമേനി ആണ് പ്രസംഗിച്ചത്. പിന്നെ സുരേഷ് ബാബു ബ്രദർ ഈ ലോക്കൽ ഇൻഡിപെൻഡൻസ് ചർച്ചുകളെ എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തെ വിളിച്ചു. പാസ്റ്റർ ആർ എബ്രഹാം പവർവിഷന്റെ MD പാസ്റ്റർ പ്രസംഗിച്ചു. കാതിരിക ബാബ വന്നു, അവസാന ദിവസം പ്രസംഗിച്ചു. യോശുവമാർ ഇഗ്നാത്യസ് തിരുമേനി വന്നു, മറ്റു എല്ലാ തിരുമേനികളും വന്നായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞത് അധികം ആള് കൂടുതൽ ഇതിന് ഒരു 500 പേര് കൂടുതലല്ല. പക്ഷേ അതൊരു നല്ല തുടക്കമായിരുന്നു. ആർ എബ്രഹാം പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞാനിത് കുറച്ച് ഒരു 6 മാസം മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തി. ഭയങ്കരമായിട്ട് ആളായിരുന്നു. പക്ഷേ ഇതൊരു ചരിത്ര സംഭവം കോട്ടയത്ത് നടക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നടന്ന അത്ര ചരിത്രമല്ല. ഞാൻ ഈ തിരുവനന്തപുരം മേഖലകളിലെ സത്കല ഡയസിന്റെ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ പാസ്റ്ററും കാണും. സ്റ്റേജ് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന കൊടുക്കും, സ്റ്റേജിൽ കാണും. അവർക്കത് കാരണം ജനങ്ങൾ കണ്ടാനുമുണ്ട്. അതൊരു നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ് ഈ സഭകൾ തമ്മിൽ ബന്ധമില്ലാത്ത പറഞ്ഞാൽ എല്ലാ സഭകളുടെയും. ഇപ്പൊ ഞാൻ തന്നെ താമസിക്കുന്ന കോട്ടയത്തെ ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്ത് CSI ബിഷപ്പുണ്ട്, അപ്പുറത്ത് മാധവ ബിഷപ്പുണ്ട്, ഇപ്പുറത്ത് ഓർത്തഡോക്സ് ബിഷപ്പുണ്ട്, അപ്പുറത്ത് കാത്തലിക് ബിഷപ്പുണ്ട്, ഇപ്പുറത്തെ സേവകേശ്വരി കനാനയുടെ ബിഷപ്പുണ്ട്. അപ്പോൾ ഈ ചുറ്റുപാടുകളെല്ലാം കൂടെ ഈ ഹെഡ്സ് എല്ലാം കൂടെ വരുന്നത് കൊണ്ട് ഈ ബിഷപ്പന്മാരാരും ഇതിനെ തത്വത്തിൽ അവർക്ക് സഭകൾ യോജിക്കുന്നതിന് യോജിപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യോജിപ്പ് വന്നില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ ഒരു ശക്തിയാകുക. ശക്തി മീൻസ് കർത്താവ് ഇന്നും പ്രാർത്ഥിച്ചു. CSIയുടെ മോട്ടോ തന്നെ ദാറ്റ് ദേ ഓൾ മേ ബി വൺ, അവരൊന്നാകേണ്ടത്. ഇന്നും കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, കർത്താവ് അന്നും പ്രാർത്ഥിച്ചു കർത്താവ് ഇവരെല്ലാം ഒന്നാകേണ്ടത്. തിരിച്ചു പോയാൽ അങ്ങോട്ട് പോകും, ആംഗ്ലിക്കൻ സഭ പിരിയുന്നത് അതിനകത്തുള്ള. പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയ ഒരു CSIക്കാരനുണ്ടാക്കിയ സഭയുണ്ട് TPM. അവരുടെ ചില കാര്യത്തിലൊക്കെ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. തീർച്ചയായിട്ടും അവരൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഞാൻ ഈ ബൈബിൾ സൈറ്റോടുള്ള ബന്ധപ്പെട്ട് അവരോട് ഏറ്റവും കൂടുതൽ അടുത്തുള്ളത് കൊണ്ടാണ്. അവരുടെ ഒരു ഡിസിപ്ലിൻ ഒരു കാത്തലിക് ചർച്ചിന്റെ ഒരു സിസ്റ്റമാണ്. അവിടെ ഒത്തിരി ഡിസിപ്ലിൻ ഉണ്ട്. അതിപ്പോ എനിക്ക് ഏറ്റവും വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ എന്റെ ബ്രദറിലോ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ പോകുന്ന ഒരാളാണ്. അദ്ദേഹം ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴും നോക്കിയിട്ടുണ്ട്. ഈ അവരുടെ ചർച്ചില് ഇന്ന് രാത്രി അയാളെ പ്രസംഗിക്കുന്ന ആരും പറയുന്നില്ല. അപ്പൊ ചിലപ്പം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദയശേരിക്കും പ്രസംഗിക്കുന്നത്. അങ്ങനൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവരുടേത്. ഞാൻ പറഞ്ഞത് ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു വിശദീകരണം. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, എന്നെ സഹായിക്കുന്നത് ചാരിറ്റി സഹായിക്കുന്നത് എന്നെ പഠിക്കാൻ സഹായിച്ച ഹിന്ദുക്കൾ പെന്തിക്കോസ്തുകാർ. ഞാൻ പറഞ്ഞ CSI മാർത്തോമ കൂടാതെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. ഇപ്പോ ഈ ചർച്ചായി മുമ്പ് പറഞ്ഞല്ലോ, CSI സഭയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, സഭയെ ഞാൻ അഭിമാനം കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്കൂളുകൾ തുറന്നത്. മധ്യ തിരുവിതാംകൂറിൽ CMS സ്കൂളിൽ പഠിക്കാത്ത ഒരാളും ഇല്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തോട് ഇരുന്ന LMS സ്കൂളിൽ പഠിക്കാത്ത ഒരാളും ഇല്ല. ഇപ്പത്തോട്ട് ഇരുന്ന ഭാസൻ മിഷൻ സ്കൂളിൽ പഠിക്കാത്ത ഒരാളും ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി കുഞ്ഞാണി സാറും പിണറായി വിജയൻ സാറും എല്ലാം. അതുകൊണ്ട് ഇവരാരും ആ സ്ഥാപനത്തെ എതിർത്ത് പറയുകയില്ല. ഞാൻ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല. അതായത് പെന്തക്കോസ്ത് സഭകൾ വളരെ
അവഗണിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പതുക്കെ 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 വളർന്നു വന്നൊരു സമൂഹമാണ്. CSI അല്ലെങ്കിൽ അതുപോലുള്ള സഭകളെ സംബന്ധിച്ചിടത്തോളം വിദേശ മിഷണറിമാരുടെ ഒരു അടിത്തറയിലാണ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. അടിത്തറയിൽ ഫണ്ട് ഉണ്ടായി. അപ്പൊ അവര് ഇട്ട അടിത്തറയിൽ നിന്നാണ് CSI സഭ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആതുരസേവന രംഗത്തും എല്ലാം അവർക്കൊരു ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ഇത് അത് ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുണ്ടാക്കിയിരിക്കുന്ന ഒരു സാമൂഹ്യമായ ഒരു കേരളത്തിന്റെ വളർച്ചയിൽ നിർണായകമായത് ഈ മിഷണറിമാരുടെ സംഭാവനയും അതിനെ പിന്തുടർന്ന സഭകൾ കൊണ്ടുവന്ന സാമൂഹ്യ സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അഗ്രശുശ്രൂഷ രംഗത്ത് കൊണ്ടുവന്ന അത്ഭുതകരമായ വളർച്ച, അത് കേരള സമൂഹത്തിന്റെ ഇന്നത്തെ വളർച്ചയുടെ അടിത്തറയും അതിന്റെ വളർച്ചയ്ക്ക് കാരണമായതും അതാണെന്ന് വിശ്വസിക്കുന്ന ആളും അതാണ് യാഥാർത്ഥ്യവും. അപ്പോൾ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം ഈ നിലയിലുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ, അതേസമയം തന്നെ എല്ലാ സമുദായ സഭകൾ, ഞങ്ങൾ വിളിക്കുന്ന സമുദായ സഭകളുടെ എല്ലാം എതിർപ്പുകളെ അതിജീവിച്ച് ചെറിയ കൂട്ടങ്ങളായി വളർന്ന് പതുക്കെ പതുക്കെ കയറി വന്നാണ്. അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആത്മാവിന്റെ രക്ഷ, കർത്താവിന്റെ വരവ്, നിത്യത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം അങ്ങനെ കൊടുത്ത് മുന്നോട്ട് വന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ അവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഈ കാര്യങ്ങളിൽ ഉണ്ടാകും. അപ്പൊ തന്നെ ചാരിറ്റി ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ സഭകളെല്ലാം ആ ലോക്കൽ സഭയിൽ ഒരുവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവനെ കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം സഹായിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു. പണം ഒത്തിരി കൊടുത്തോ എന്നുള്ളതല്ല, അവനൊരു രോഗം വന്നാൽ അവിടെ പോയിരുന്നു കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവൻ രോഗസൗഖ്യം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ അവന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ലെങ്കിൽ അവനെയും കൂടെ എന്ത് ചെയ്യുക, സഹായിക്കുക. ഇത് പെന്തക്കോസ്ത് ചെയ്തതുപോലെ ഈ സാധാരണക്കാരനെ അല്ലെ പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ച ഒരു സമൂഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്, ഒരു സഭ എന്നുള്ള നിലയിൽ ഒത്തിരി വലിയ എടുത്തു കാണിക്കത്തക്ക നിലയിലുള്ള സ്ഥാപനങ്ങളും ഇല്ലെങ്കിലും ഒരു സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ എല്ലാ തരത്തിലുമായിരിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ച എന്ന് പറയുന്ന ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസവും അവരുടെ ത്യാഗവും വിശ്വാസവും, പിന്നെ ഇത് അങ്ങനെ വന്ന് ആ ത്യാഗത്തിൽ വളർന്നു വന്നപ്പോൾ അവർക്ക് ഈ സ്ഥാപനത്തെക്കാൾ അവരുടെ നിലനിൽപ്പ് തന്നെ വിഷയമായി. അവരുടെ നിലനിൽപ്പ് തന്നെ വിഷയമായി. ഇപ്പൊ ഒരാൾ വന്നു, അവര് ഇപ്പം വളർന്ന് പന്തലിച്ചു, നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇപ്പൊ ഒരു ചർച്ചയായി മാറി. ഇന്നൊരു ചർച്ചയായി മാറി. അതുകൊണ്ട് ഈ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് പ്രബലപ്പെട്ടെ ഈ ന്യൂ ജനറേഷൻ ആളുകൾ ഇപ്പൊ ഓരോരുത്തര്, ഇപ്പൊ കോട്ടയത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കത്തീഡ്രൽ വരെ പോയാൽ 150 പള്ളികളുണ്ട്. എല്ലായിടത്തും ആളുകളുണ്ട്. ഈ ന്യൂ ജനറേഷൻ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സഭകളുടെ അതിന് ഞാൻ കുറ്റം പറഞ്ഞല്ല, അത് കുറ്റമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുക. അപ്പൊ അത് പഴയ അതിൽ നിൽക്കാൻ ഇപ്പൊ ബ്രദറൻ സഭകള്, ഞാൻ എന്റെ ഫാദർ എക്യുമെനിക്കൽ കൺവെൻഷൻ പോത്തല വെച്ച് നടത്തി നോക്കുന്നുണ്ട്. അന്ന് പെന്തക്കോസ്തുകാരവിടെ അധികം ഇല്ല, ബ്രദറൻ അസംബ്ലി അവരും ഉണ്ടായിരുന്നു. ഈ പള്ളി ഒരു പ്രസംഗമുണ്ടല്ലോ, നല്ല പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഞാൻ മറ്റേ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഒരു കെട്ടുറപ്പില്ലാതെ പോകുന്നു. ഇപ്പൊ തന്നെ കുമ്മനാട്ട വിഷയത്തിലൊക്കെ വലിയ സങ്കടമാണ് ഞാൻ. കാരണം ഞങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് വളരെ. എൻ്റെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, എന്നെ പറ്റിയൊരു പുസ്തകം ഞാൻ ഡയസ് ഇറക്കുന്നുണ്ട്. അതിനകത്ത് പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഞാൻ ഒരാളുടെ ഒരു ആശംസ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ മാത്രം ചോദിച്ചു. കാരണം അദ്ദേഹം മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ കാര്യം ഇറാഖും അത് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മകനിവിടെ അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ അദ്ദേഹം പരിചയമുള്ള എനിക്കൊന്ന് കാണാം, ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതൊരു അദ്ദേഹത്തെ ദൈവത്തിന്റെ കൃപയാണ് അദ്ദേഹത്തെ
അദ്ദേഹത്തിൻ്റെ മുമ്പ് അച്ഛൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ വഴി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ നിർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അത് ഞാൻ നിർത്തി കേട്ടിട്ടെന്ന് പറഞ്ഞാൽ കാര്യം പോകുമ്പോൾ നിർത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ അതും ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു കൃപാവരത്തിന് അസാധാരണമായ. കാരണം ഈ നമ്മൾക്ക് എനിക്ക് വലിയ സ്വാധീനിച്ച ഒരാളാണ് പാസ്റ്റർ PMT. അദ്ദേഹത്തിന്റെ മകൻ എന്നോട് കോളേജ് CMS പഠിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ DGS ദിനകരനങ്ങളും PMPയുമായിട്ട് ബന്ധമായിരുന്നു. അവിടെ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ രോഗശാന്തി. അപ്പൊ ഈ പണ്ടത്തെ ഈ പാസ്റ്റർമാരുടെ ഒക്കെ നമ്മൾക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പം തിരുവല്ല KV ചെറിയാച്ചൻ പപ്പ നമുക്കെല്ലാം അറിയാം. തമജി പറയും ചെറുപ്പം വരെ അവിടെ കണ്ടു. അപ്പച്ചൻ പ്രകൃതി ഉദയിയായിരുന്നു. ഞാൻ അവിടെ പോയത് ആ ഒരു സ്വാധീനത്തിൽ വരാനായിട്ട് ആരുടെയും കുഴപ്പമല്ല. ഞാൻ ആരെയും പച്ചാക്കി പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി നിർത്താൻ സാധിക്കുന്നില്ലാത്ത ഒരു മേഖലയായിട്ട് ഇങ്ങനെ മാറുക. എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് രാഷ്ട്രീയക്കാരോ വ്യക്തിപരമായി ഞങ്ങൾ മിഷൻ ഫീൽഡുണ്ട്, അവിടെ ഈ BJP RSSന്റെ പ്രയാസമൊന്നും വ്യക്തിപരമായി എനിക്കുണ്ടാകുന്നില്ല. നമ്മുടെ സഭകളെ നശിപ്പിക്കുന്നത് സഭയ്ക്കകത്ത് തന്നെ ആളുകളുണ്ടാകും. അത് രസകരമായ കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം നമ്മളിൽ നിന്ന് പ്രാർത്ഥന പറഞ്ഞു, വേദപുസ്തകം പറഞ്ഞു, ഇത് രണ്ടും പറഞ്ഞു. വ്യക്തിപരമായി ഞാൻ കണ്ട എന്റെ കാര്യം ഉൾപ്പെടെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ബിഷപ്പ് പ്രസംഗങ്ങളിലെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ അതൊരു വലിയ നിയോഗത്തോടു കൂടെ ചെയ്യാൻ കാര്യം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഏറ്റവും പ്രസംഗം അനുഗ്രഹമായിരിക്കും. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ ഉച്ചയ്ക്ക് ഒരു പായിട്ട് കിടക്കും, ഒന്നും കഴിക്കുകയില്ല. ഒരു പായിട്ടിരുന്ന് അതിനകത്തിരുന്ന് പ്രസംഗമൊന്നും ഒരുങ്ങുകയില്ല. ഇരുന്ന് ചിലപ്പോൾ മുറങ്ങിപ്പോവും. 6 മണിക്ക് കാർ കൊടുത്തുകൊണ്ട് പോയി പ്രസംഗിച്ചാൽ ഭയങ്കര കൃപയായിരിക്കും. 100 പരിപാടിക്ക് എവിടെ കയറി പ്രസംഗിക്കാൻ പോയാൽ ആൾക്കാര് സൗഖ്യമാകുമോ അങ്ങനെയൊക്കെ അനുഭവമാണ്. ഞാനത് പറയുന്നത് അത് മറ്റൊരു വിവാദത്തിന് വേണ്ടിയല്ല, എല്ലാ സ്പിരിച്വൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു ബിഷപ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കുറച്ചിലായിട്ടല്ലല്ലോ കാണുന്നത്. അല്ലല്ല. അപ്പോ ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ മോന്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് മാത്രം നടന്നില്ല. അപ്പൊ എല്ലാവരുടെയും നടക്കുന്നു ഇവിടെ ഈ ഇടവകയിൽ. അപ്പം ഞാനത് പറഞ്ഞത്, ഞാനൊരു അങ്ങനെ ഒരു വലിയ ആളൊന്നുമല്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാനൊരു വലിയ മനുഷ്യനൊന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഈ ദൈവം നടത്തിയതല്ലാതെ ഒന്നും പറയാനില്ല. ദൈവം നടത്തിയതല്ല, വേറെ പ്രത്യേക ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഇപ്പം മുമ്പേ പറഞ്ഞതല്ലേ, ഒരു സഭകളിൽ ഇപ്പം കർത്താവിന്റെ 2ാം വരവിനെ പറ്റി പ്രസംഗം, സെക്കൻഡ് കമ്മിങ് ആരെങ്കിലും പ്രസംഗിക്കും. ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ചു പോയി. വെളിപ്പാട് പുസ്തകത്തിന്റെ തുടക്കം തന്നെ പറയുന്നത്, ഇത് വായിക്കുമ്പോൾ നമുക്ക് പുസ്തകം നമ്മളോട് വായിക്കും, വായിച്ച് കേൾപ്പിക്കുന്നവൻ, അത് സ്വീകരിക്കുന്നവൻ. നമ്മൾക്ക് സമയമില്ലാത്തത് വേദപുസ്തക പഠനം. ഞാൻ ഈ കോവിഡ് കാലത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട്, അദ്ദേഹം ഒരു ബുക്കും എല്ലാമായിട്ട് വന്നു. അദ്ദേഹം വേറൊരു ബന്ധുവിൻ്റെ അടുത്ത് ചെയ്ത് പറയും, ഇത് നിങ്ങൾ ആ ബിഷപ്പിന്റെ അടുക്കില്ല, വേറെ അടുത്ത് കോവിഡായിട്ടിരിക്കും. അപ്പൊ കോവിഡായിട്ട് എല്ലാം പോയി യാത്ര ചെയ്യാൻ വേദപുസ്തകം എഴുതി അദ്ദേഹത്തിന് ബുക്ക് പ്രിന്റ് ചെയ്ത് അദ്ദേഹം കുവൈറ്റ് ജോലിയായിരുന്നു, രാജിവെച്ച് ഇറങ്ങി. വേദപുസ്തകം നമ്മൾ എഴുതിയാൽ ഭയങ്കര പവറാണ്. എഴുതുക, ഒരു 3 വാക്യങ്ങൾ നമ്മൾ വായിച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന വാക്യം എഴുതുക. അപ്പൊ അത് ഒരു വലിയ പവറുള്ള കാര്യം. ഇപ്പൊ നിങ്ങളുടെ ഈ ചാനലിനെ പറ്റിയുള്ള എന്റെ സന്തോഷം എന്നാ ചോദിച്ചാൽ, നമ്മൾ തമ്മിൽ ആദ്യം ഇന്നാ കാണുന്നത്, സംസാരിക്കും, കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അച്ഛനെ അറിയും. ഈ ബന്ധവും ഈ രചിക്കാവുന്ന വലിയ ആളായതുകൊണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഈ ചാനൽ കൊണ്ട് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. ചില ഇത് നൽകുന്നത് നിങ്ങളുടെ ഇപ്പൊ ഈ പുറം ലോകവുമായിട്ട്
ഒന്ന് ബന്ധപ്പെടാൻ. ഇപ്പൊ എന്നെ കണ്ടാൽ ചിരിക്കാതെ പ്രതികരണക്കാരുണ്ട്. ഞാൻ കുപ്പായിട്ട് കണ്ട അങ്ങോട്ട് പോകും, ഞാൻ ഓർക്കും, ഞാൻ ചിരിക്കും. ഉദാഹരണം ഞാൻ പറയാം, ഞാൻ മനസ്സിൽ പറയും, അയ്യോ സ്വർഗത്തിൽ എങ്ങനെ ആകും, അപ്പൊ സ്വർഗത്തിൽ ചിരിക്കട്ടെ. അപ്പം ഇതൊരു വലിയ നിങ്ങളുടെ ഈ ചാനലിനെ സംബന്ധിച്ചോളം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഈ ഇതില് എല്ലാവരും ഉൾക്കൊള്ളുന്നതും എന്നെ മാത്രമല്ല ഞങ്ങളുടെ മറ്റ് ബിഷപ്പുമാരെയും മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തത്തിന് വേണ്ടി നിങ്ങളെ ക്രിസ്തുമസ് തിരുമേനി ആണല്ലോ ഒരു പെന്തിക്കോസ്തുകാരോട്ടൊരു പാലം ഇട്ടത് കുമ്മനാട് വന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്തുമസ് തിരുമേനി അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞത് അച്ഛൻ കുഞ്ഞിന് ഇവരുമായിട്ടെല്ലാം വലിയ ബന്ധങ്ങൾ അല്ല പുള്ളി ബന്ധം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ മുമ്പ് ചോദിച്ച കാര്യം സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് ഇദ്ദേഹത്തെ മുന്നേ നിർത്തിയാൽ ഇദ്ദേഹത്തിന് പ്രത്യേക മോട്ടീവ് ഒന്നുമില്ല. അല്ല അതുകൊണ്ട് നമുക്ക് ഈ അല്ല ഇദ്ദേഹത്തെ മുന്നേ നിർത്തിയാൽ ഈ ക്രിസോസ്റ്റം ബിഷപ്പ് കഴിഞ്ഞാല് ഈ പെന്റക്കോസ്റ്റൽസുമായിട്ട് ഇങ്ങനെ കരിസ്മാറ്റിക് കാര്യമായിട്ട് ഈ ഇടപഴകാൻ പറ്റുന്ന മെയ് വഴക്കവും ആത്മീയ അനുഭവം ഉള്ള ഒരാള് ബിഷപ്പ് തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാനും വേണ്ടി നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്ത ഈ പരദേവരഹവും നമുക്ക് ആ പാട്ടിനെ പറ്റി വളരെ ബ്രദർ കൃത്യമായിട്ട് അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരായിരുന്നു, ഇതാൻകുട്ടി അച്ഛൻ ആരായിരുന്നു, കന്നീറ്റി പള്ളിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ എന്റെ ഒരു വലിയ ഫ്രണ്ട് റോയ്, കാലിഫോർണിയയിലായിരുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് അറിഞ്ഞില്ലായിരുന്നു. ഞാനൊരു IAS അക്കാഡമി കൊല്ലത്ത് തുടങ്ങിയപ്പോ ഈ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്തുതിപ്പിൻ എന്നുള്ള പാട്ട് പാടിയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ വല്യപ്പന്റെ പാട്ടാണ്, വല്യപ്പന്റെ പാട്ട്. അപ്പൊ ഇത് അന്നേരം ആ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അത് കൊണ്ടുവന്നത് ആർക്കറിയാം. ഇപ്പൊ അത് ഒരു നമ്മുടെ നാട്ടിലെ വിവാദത്തോടെയാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം അതിനകത്ത് ഉണ്ടായ ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും ഈ ഒരു ചെറിയ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനകത്തൂടെ വേദോത്സവം വായിച്ചു പോകുന്നത്. അതിനകത്ത് ഇപ്പൊ കേരളം ഭരിക്കുന്ന VD സതീശൻ സാറ് വേദോത്സവം പറയുന്നു, തമിഴ്നാട് വിജയ് മുഖ്യമന്ത്രി വേദോത്സവം പറയുന്നു. ഈ പാട്ടും കൂടെ വന്നപ്പോ കർത്താവിന്റെ വരവ് ഈ സാജു ചാത്തന്നൂർ സജു ഞങ്ങളുടെ അടുത്തുള്ള ആളാണ്, നല്ല വചനം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ സൂര്യൻ കരിമിടം പോലെ കറക്കുന്ന ഒരുപാട് പുസ്തകം എടുത്തോട്ട് പുള്ളിയുടെ ആ പ്രസംഗം ഞാനൊന്ന് ശ്രദ്ധിച്ചു യൂട്യൂബിൽ. അപ്പോ കർത്താവിന്റെ വരവ്, കാരണം കർത്താവ് വരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം കംഫർട്ടബിൾ ആണ്. അന്ന് കർത്താവ് വരണേന്ന് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിലൊക്കെ വരാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ മുഖേന എല്ലാ ബിഷപ്പുമാരുമായിട്ട് നമ്മളൊരു ഐക്യത്തിന് ചെയ്യാനായിട്ട് ഐക്യതയോടെ പറഞ്ഞ സമയത്താണ് ഞങ്ങളുടെ 40ാമത് PCNAC പെന്റക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കൻ കേരള ഇവിടെ ചിക്കാഗോയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ചു. ബിഷപ്പ് അവിടെ വന്നിരുന്നു, അവിടെ പ്രസംഗിക്കാൻ. അല്ലെങ്കിലും അവിടെ ഞാനൊരു ചീഫ് പ്രസംഗകനായിരിക്കുന്ന ഡോക്ടർ സതീഷ് കുമാറിനെ കാണാനുണ്ടാവുന്നു. ഒരു സ്വകാര്യ സംഭാഷണം നമ്മൾ ഒന്നിച്ച് 1.5 മണിക്കൂറോളം സംസാരിച്ചു. അതൊരു വലിയ ഹൃദയവിശാലതയായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ കോൺഫറൻസ് എന്ന് പറയുന്നത് 50,000-ലധികം ആൾക്കാർ വന്നൊരു വലിയ ഒരു കോൺഫറൻസ് ആയിരുന്നു. തിരുമേനിയുടെ സാന്നിധ്യം വേദിയിലുണ്ടായില്ല, കാര്യം സ്കെയിലുള്ള പ്രോബ്ലമെങ്കിലും അവിടെ വന്നു. ആ കോൺഫറൻസിനെ കുറിച്ച് ബിഷപ്പിന്റെ ഒരു അഭിപ്രായങ്ങളുള്ളത്. ഈ കോൺഫറൻസിൽ ഞാൻ അവിടെ വരികയില്ലായിരുന്നു. അവിടെ വരാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു കുഴപ്പം കൊണ്ടൊന്നുമല്ല, അതൊരു വിവാദമാവും ഞാൻ അവിടെ വന്നാൽ. അപ്പോ എനിക്ക് ഈ പാസ്റ്റർ സതീഷ് കുമാറിന്റെ യൂട്യൂബ് പ്രസംഗം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ നേരിൽ കാണുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന കേരളത്തിൽ ആദ്യമായിട്ട് സതീഷ് കുമാറിനെ പ്രസന്റ് ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അത് ഞാൻ അവിടെ പോയി കാണാമെന്ന. അപ്പൊ ഇവിടെ ഞാൻ കൃത്യം ഞാൻ ആ ദിവസം ചിക്കാഗോയിലുണ്ട്. അത് പിറ്റേ ദിവസം അദ്ദേഹം പോവുകയാണ്. അപ്പൊ ഞാൻ
എൻ്റെ ഇവിടുത്തെ ചിക്കാഗോയിലുള്ള എൻ്റെ സുഹൃത്ത് എൻ്റെ ബന്ധു സാം തേക്കനാൽ അദ്ദേഹത്തോട് പറഞ്ഞു അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ. അപ്പൊ അത് എന്നോട് പറഞ്ഞു, ആ നമ്മുടെ ആളല്ലേ കുര്യൻ ഫിലിപ്പ്, നമ്മുടെ ആളല്ലേ, അല്ലെ പാസ്റ്റർ സ്റ്റീവൻസൺ പ്രസിഡന്റ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാനിവിടെ അച്ഛനായിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ ഈ പാസ്റ്റർ സ്റ്റീവൻസിന് വലിയ ഒരു സാക്ഷ്യമുള്ള ഒരു പാസ്റ്ററാണ് ഇവിടെ ഈ ചിക്കാഗോയിൽ. അപ്പൊ എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം ആ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ സതീഷ് കുമാർ എന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ബ്രദർ പറഞ്ഞു കാണാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, എനിക്കറിയാം ആന്ധ്രയാണ്, CSIക്കാരുടെ കൂടാണ് അവിടെ, CSI ബിഷപ്പ് കാണുവാൻ പുള്ളി ഉറപ്പായി സമ്മതം തരുമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് അവിടെ ഒന്ന് കാണാനുള്ള പ്രയാസമേ ഉള്ളായിരുന്നു, കാരണം നമ്മുടെ ആളുകളെല്ലാം അവിടെ വരും, അവിടെ പലരും അവിടെ വരും, പല വ്യാഖ്യാനങ്ങൾ വരും. ഞാനവിടെ അവിടെ വന്നത് ഇതിനാണ്, വന്നു അദ്ദേഹത്തെ കണ്ടു, പ്രാർത്ഥിച്ചു, പോന്നു. അദ്ദേഹത്തെ ഞാൻ കേരളത്തിലോട്ട് ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് ഒരു മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഞാൻ അവിടെ വന്നപ്പോൾ മൊത്തം ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു അപ്പോയിൻമെന്റ് ടൈം തന്നത്, 2 മുതൽ 2:30 വരെയായിരുന്നു. അപ്പോൾ അന്ന് 5 മണിക്കാണ് തുടങ്ങുന്നത്. ഞാനത് ഈ യൂട്യൂബിൽ കണ്ടു. അപ്പൊ ഈ പിള്ളേരുടെ സെക്ഷൻ വേറെ ഉണ്ട്, സെക്ഷൻ. അപ്പൊ ഇംഗ്ലീഷ് സെക്ഷന് ഈ യൂട്യൂബിൽ കാണിച്ചത് തന്നെ പലതും ഞാൻ ഈ 2 പ്രസംഗം ആദ്യം കേൾക്കാനായിട്ട് ഒന്ന് എടുത്ത് കേട്ടപ്പോൾ അതിന് എഡിറ്റ് ചെയ്തതിനകത്ത് ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പുള്ളിയുടെ പടം ഉള്ളതിലല്ല പുള്ളിയുടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയമൊക്കെ കണ്ട് ചെയ്തത് ആ പ്രസംഗം ഉടനെ ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. ആ പ്രായമുള്ള ആ തലമുറ ഇവിടെ വന്നവരെ, അവർ ഒത്തിരി പേര് പ്രായമുള്ളവരെ കണ്ടില്ലേ, അത് വലിയ കഷ്ടപ്പെട്ട ഒരു തലമുറയാണ് അവരുടെ ആ തലമുറ. അതൊന്ന് വിളിച്ചു കൂട്ടിയത് നിങ്ങൾ ചെയ്ത ത്യാഗം, ഈ ഒരു കോൺഫറൻസ് നടത്തുന്ന വിഷമവും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കും, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത്. ഞാൻ നേരത്തെ അന്നേ പറഞ്ഞു, രണ്ടുപേരോടും പറഞ്ഞു. അത് ബിഷപ്പ് അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്, ഇദ്ദേഹം ഒരു മഹാപ്രളയ ന്യൂസിന്റെ ഉണ്ടാക്കി. അത് നമ്മളെ ഉറക്കില്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് ഉണ്ടാക്കിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അതിന്റെ ട്രഷറർ ഒരു CSIക്കാരനാണ്, അനിൽദാസ്. അപ്പൊ അതൊക്കെ ഈ കാശൊന്നും പ്രധാനമായില്ല. അപ്പൊ അതിനകത്തൊരു CSIക്കാരനുണ്ടോ? പൈസ കളിക്കാൻ കഴിവുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇന്റർവ്യൂ തന്നെ ഞാൻ കണ്ടു, ബ്രദറിന്റെ ഇന്റർവ്യൂ തന്നെ ഞാൻ ഇവരുടെ 3 പേരുടെ കണ്ടു. അപ്പൊ ഞങ്ങളുടെ 3 പേരുടെ കണ്ടു. ഇത് ഭയങ്കര സാഹസ്യമായിട്ട് കാരണം ഈ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ, അച്ഛൻ ഈ കൊണ്ടുപോകുന്ന ആളുകളെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈസി കാര്യമല്ല. എന്തെല്ലാം ഈ വീട്ടിലെ ഒന്നും പട്ടിണി കിടക്കുന്നവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലോ ചൂടാവും ഇല്ലേ, പറഞ്ഞത് അതല്ല. അത് വലിയൊരു ഒരു പെയിൻ എടുത്ത് അത് അതിന്റെ അടിസ്ഥാനം തരാൻ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന കണ്ടമാനമുണ്ട്. ഈ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് അത്രയും അത് അനുഗ്രഹമായി ഞാനത് കണ്ടതില്. അവിടെ നിന്ന് പ്രായമുള്ള ഒരു പിള്ളേർ സെറ്റ് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പിള്ളേർ സെറ്റിനെ ഒന്നും അവിടെ കണ്ടില്ല. ഏകദേശം ഇത്രയും തന്നെ അവർക്ക് ഇത്രയും തന്നെ അല്ല, ചില സന്ദർഭങ്ങളിൽ ഇവരെക്കാളും കൂടുതൽ അവരായിരുന്നു ഇംഗ്ലീഷ്. അപ്പൊ ഇതിനെ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ടായിരുന്ന, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം CSIകളിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതിങ്ങനെ നടത്താൻ പൊരുന്ന അറിഞ്ഞായിരുന്നു 2 വർഷം മുമ്പ് ഇങ്ങനെ ഇവിടെ നടക്കുന്നത്, ചിക്കാഗോയിലാണ് നടക്കുന്നത്. പിന്നെ അത് നിങ്ങളെ അതിനകത്ത് ഏറ്റവും, കാരണം നിങ്ങളെ ഈ ഇവിടെ ഒന്നാമത് നാട്ടിനേക്കാളൊരു ഇവിടെ നമ്മളായിരിക്കുമ്പോൾ ഇതൊരു ചിക്കാഗോ പ്രദേശം ഒരു വലിയ ഇതുകൂടെ ആയതുകൊണ്ട് ഒരുമിച്ച് തീർന്നാൽ ഇപ്പൊ ഇവിടെ ചിക്കാഗോയിൽ എല്ലാവരെയും കൂട്ടുന്ന ഒരാളായിരുന്നു നമ്മുടെ കൊട്ടാരക്കര ജോൺ കുര്യേശു. എല്ലാ സഭാവിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയുള്ള വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ നാട്ടിലായതുകൊണ്ട് ആ പ്രാർത്ഥന നിന്നുപോയി. പുള്ളിയുടെ ബ്രദർ ഒരു പാർഷനുണ്ട്, പലരും വരുവാ. ഞാനും അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ചിക്കാഗോയിൽ അങ്ങനൊരു കൂട്ടായ്മ, പിന്നെ എക്യുമെനിക്കൽ കൂട്ടായ്മകളുണ്ട്, മറ്റുള്ള കൂട്ടായ്മകളിലുള്ള അതിന്റെ മധ്യത്തിൽ നിങ്ങൾ ചെയ്തത് വലിയ ഒരു സംഭവമാണ്. അതിനെപ്പറ്റി
CSIയുടെ കോൺഫറൻസ് ഇപ്പോൾ വരുന്നു. ജൂലൈ 22 മുതൽ CSIയുടെ ഡാലസ് വെച്ചാണ് വരുന്നത്. കോൺഫറൻസും ഇതുപോലെ വരുന്നു. ഞാൻ ഇവിടുത്തെ വൈസ് CSIയുടെ നോർത്ത് അമേരിക്കൻ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. പ്രസിഡന്റ് മോഡറേറ്ററാണ്. അപ്പോൾ അതിൻ്റെ കോൺഫറൻസ് നടത്തുന്ന പെയിൻ എനിക്കറിയാം. ഒന്നാമതൊരു പള്ളി ഏറ്റെടുക്കണം, അതിന് പണം വേണം, ആളുകളെ വിളിക്കണം. അതൊരു വലിയൊരു എഫേർട്ടാണ്. ഇപ്പം കാത്തലിക് ചർച്ചിൻ്റെ ഇവിടുത്തെ ഡയസ് തുടങ്ങിയിട്ട് 25 വർഷമായി. അപ്പോൾ അവരുടെ ഇപ്പോൾ എഴുതാഴ്ച വരുന്നുണ്ട്, ഈ ചങ്ങനാശ്ശേരി തറയിൽ പിതാവൊക്കെ വരുന്നുണ്ട്, ഈ കൂർക്കാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വലിയൊരു പ്രവർത്തനമാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഇതിലും മാനസികമായിട്ട് എൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. അതിനകത്ത് ഒത്തിരി ചെയ്യുന്നു. തിരുമേനിയുമായിട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കുവാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ സാധിച്ചു. ഇനിയും ഇതുപോലെ തിരുമേനിയായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാൻ പല വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട മറ്റു പല വിഷയങ്ങളുണ്ട്. ഇന്ന് സമയക്കുറവുകൊണ്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങളുണ്ട്. മറ്റൊരവസരത്തിൽ അതിനുള്ള സന്ദർഭം ഉണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ഹൃദയപൂർവ്വം തിരുമേനിയോട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. തുടർന്നും ഇതുപോലുള്ള ഡയലോഗുകൾ ഉണ്ടാകും, അത് പ്രതീക്ഷിക്കാം. താങ്ക് യു.